ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഓൾഡ് മോഡൽ ആക്സസിൽ നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാവി ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഓൺ ആണോ എന്ന് ഡിസ്പ്ലേയിലൊന്നും അറിയില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ പാർക്കില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ LED എന്ന് പറഞ്ഞാൽ LED അല്ല, നമ്മുടെ സാധാരണ ഹെഡ്ലൈറ്റ് പറഞ്ഞാൽ സാധാരണ ബൾബാണ്. അത് നമ്മൾ LED ആക്കാമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. ഇപ്പോൾ ഈ ഒരു ആക്സസിൻ്റെ ചാവി ഓണാക്കി തന്നെ നമുക്ക് പവർ ഒന്നും കാണില്ല, എന്താ എങ്ങനെ ഓണായൊന്നും. അപ്പോൾ എന്തെങ്കിലും ഫ്യൂസൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഓണാണോ അല്ലയോ ഒന്നും അറിയില്ല. അപ്പം ചാവി സെറ്റ് കംപ്ലയിൻ്റ് ആയിരുന്നു ഇതിന് മുമ്പ് തന്നെ. അപ്പോൾ ചാവി സെറ്റ് കംപ്ലയിൻ്റ് ആയിരുന്നു, നമുക്ക് ഓണായോ അല്ലയോ അറിയാം, ഇൻഡിക്കേറ്ററെങ്കിലും വർക്ക് ചെയ്യിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചാവി ഓണാക്കിയാൽ നമുക്കൊരു LED ഇത് വർക്ക് ചെയ്യിക്കുക. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഒരു പാർക്കില്ല, പാർക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ LED ആക്കാൻ പോവാണ്. അപ്പോൾ നേരെ വീഡിയോസിൽ പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് സെറ്റൊക്കെ നമ്മൾ അയച്ചു വെച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഈ ഒരു മീറ്ററിൻ്റെ ഇവിടെ നമുക്ക് 3 സ്ക്രൂ കാണാം. അതായത് മോൾ ഭാഗത്ത് 2 സ്ക്രൂ, അതേപോലെ തന്നെ താഴെ ഭാഗത്ത് 1 സ്ക്രൂ. അത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് പുറത്തെടുക്കാം. പിന്നെ 2 ലോക്ക്, അതായത് 3 ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്ലാസ്, മുകളിലത്തെ ഗ്ലാസ് നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ഈ ഒരു ഡയലിൻ്റെ ബ്ലാക്ക് ഫ്രെയിമിലേക്ക് നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ സോൾഡർ ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഹോൾ ഇട്ടത്. നമ്മുടെ ഒരു LED പോകാനുള്ള വിധത്തിൽ കറക്റ്റായിട്ടാണ് നമ്മൾ ഈ ഒരു ഹോൾ ഇട്ടത്. അപ്പോൾ ഒരു LED വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റ് നമ്മൾ നൈറ്റിൽ ആണെങ്കിലൊക്കെ നമുക്ക് ഏകദേശം ഡിസ്പ്ലേയിലേക്ക് ഒരു വെളിച്ചം തട്ടുന്ന വിധത്തിലുള്ള അത്യാവശ്യം പവറുള്ള ഒരു LED തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് അല്ലാതെയും യൂസ് ചെയ്യാം. നമുക്ക് രാവിലെയൊക്കെ ആകുമ്പോൾ സമയത്ത് നേരെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് നമ്മൾ ചാവി ഓണായുള്ള വിധത്തിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 12 വോൾട്ട് 14 വോൾട്ട് വരെ നമ്മളെ വാഹനത്തിൽ നിന്ന് വരുന്നതാണ് ബാറ്ററിയിൽ നിന്നും. അതുകൊണ്ട് അതിൻ്റെ കറണ്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1K റെസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്ലസ്സിൽ നമ്മൾ 1K റെസിസ്റ്റൻസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് എടുക്കുന്നത് നമ്മളെ ഇതിൻ്റെ സെൽഫിലേക്ക് പോയ, അതായത് ചാവി ഓണാക്കുന്ന സമയത്ത് സെൽഫിലേക്ക് ഇൻപുട്ട് പോയ പ്ലസ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഓൾറെഡി നമ്മൾ ഇതിൽ ഒരു പാർക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പാർക്ക് കണക്ട് ചെയ്തതിൻ്റെ കണക്ടർ നമ്മൾ ഇവിടെ കാണാം. ആ കണക്ടറിൽ നിന്നാണ് നമ്മൾ ഈ പ്ലസ് എടുക്കുന്നത്. പിന്നെ നെഗറ്റീവ് നമുക്ക് ഈ ബോഡിയിൽ നിന്ന് എടുത്താലും മതി. പിന്നെ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ഈ പാർക്കിലേക്ക് ഒരു നെഗറ്റീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗ്രീൻ കളർ. ആ വയറിന് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ബോഡിയിൽ കൊടുത്താൽ നമുക്ക് എർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ LED കണക്ഷൻ നമുക്ക് റെഡി ആക്കി എടുക്കാം. അപ്പോൾ ഇതിൽ വലിയ കാല് പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവിലേക്ക് നമ്മൾ ഈ റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, 1K റെസിസ്റ്റൻസ്. അത് നമ്മൾ ഇതിൽ സോൾഡർ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് വയർ നമ്മൾ സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പോസിറ്റീവിലേക്ക് നമ്മൾ ഒരു ഹോട്ട് ട്യൂബിൻ്റെ സ്ലീവ് മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഹോട്ട് ട്യൂബ് ഇട്ടതിന് ശേഷം നമ്മൾ ആ റെസിസ്റ്റൻസ് നമ്മൾ സോൾഡർ ചെയ്തിട്ട് ഹീറ്റാക്കി നമ്മൾ ഇൻസുലേറ്റഡ് വെക്കുകയാണ്. എന്താ വെച്ചാൽ ഉൾഭാഗത്ത് വരുന്നത് കൊണ്ട് ഇൻസുലേഷൻ ടൈപ്പൊക്കെ ആവുന്നതുകൊണ്ട് പെട്ടെന്ന് അഴിഞ്ഞുകൊണ്ട് ഇതാകുമ്പോൾ കറക്റ്റ് അവിടെ നിന്നുള്ളൂ. റെസിസ്റ്റൻസ് ഷോർട്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ റെസിസ്റ്റൻസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഷോർട്ടായി കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഫ്ലോ കൂടുകയാകും, LED അടിച്ചു. അതുകൊണ്ട് നമ്മൾ ഹോട്ട് ട്യൂബാണ് നല്ലത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഹോട്ട് ട്യൂബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാഹനങ്ങളിലൊക്കെ തന്നെ വാഹനങ്ങളൊക്കെ ഒരുപാട് റീവയറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ വാഹനത്തിന് തീ പിടിക്കാറുണ്ട്. ആ തീ പിടിക്കാനുള്ള കാരണം അതുപോലെ നമ്മുടെ സാധാരണ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിക്കുന്നു. അപ്പോൾ കുറച്ച് ഹീറ്റൊക്കെ വരുന്ന സമയത്ത് ഈ ഇൻസുലേഷൻ ടാപ്പിൻ്റെ ഈ ഒരു പശ പോവുകയോ അത് അവിടെ എവിടെയും അഴിഞ്ഞിട്ട് ആ പോസിറ്റീവ് ഉള്ള ബോഡിയും ഷോർട്ടാകുന്ന സമയത്താണ് സ്പാർക്ക് വരികയൊക്കെ തീപിടുത്തം ഉണ്ടാകാനൊക്കെ കൂടുതലുള്ള കാരണം. വാഹനങ്ങളിൽ വരുന്ന വയറിംഗ് കിറ്റിലൊക്കെ ഇതുപോലത്തെ സേഫായിട്ടുള്ള ഇൻസുലേഷനാണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്തത് നെഗറ്റീവാണ് കൊടുക്കുന്നത്. അപ്പോൾ നെഗറ്റീവിന് നമ്മൾ കറക്റ്റ് ഇൻസുലേഷൻ ടൈപ്പ് ആയാലും പ്രശ്നമില്ല, ആ ബോഡി ആയതുകൊണ്ട് നമുക്ക് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് നമ്മൾ എവിടെ സോൾഡർ ചെയ്യണം, നമുക്ക് മിക്കവാറും ഇൻസുലേഷൻ ടൈപ്പ് യൂസ് ചെയ്താണ് നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് അതിൻ്റെ അടുത്ത നെഗറ്റീവിൽ സോൾഡർ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി നമുക്കൊരു ഓറഞ്ച് വയറാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആണെങ്കിൽ കറക്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഉള്ള വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇൻസുലേഷൻ ടൈപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഹോട്ട് ട്യൂബ് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുമ്പോൾ ഹോട്ട് ട്യൂബ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇൻസുലേഷൻ ടൈപ്പാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റാക്കി ഈ ഒരു LED ഇതിലൂടെ വയർ കടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ മെയിൻ പാനലിൻ്റെ അടിഭാഗത്ത് കൂടെ നമ്മൾ ചെറിയൊരു ഹോൾ ഇടുന്നുണ്ട്. സോൾഡറിങ് വെച്ചിട്ടാണ് ഹോൾ ഇട്ടത്. അപ്പോൾ ആ ഒരു വയർ നമുക്ക് താഴെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഗ്ലാസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വയർ ഗ്ലാസ്സിനുള്ളിൽ കുടുങ്ങാൻ വേണ്ടിയാണ് ചെറിയൊരു ഹോൾ ഇട്ടത്. ഇപ്പോൾ വെള്ളമൊക്കെ വരാതൊക്കെ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണും കൂടി അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ LED പോസിറ്റീവ് നമ്മൾ നേരത്തെ കൊടുത്ത സെൽഫിൻ്റെ അതിലേക്കില്ല ഇൻപുട്ട് പോകുന്ന പോസിറ്റീവിലേക്ക്, അത് ചാവി ഓണാക്കിയാൽ തന്നെ അപ്പോൾ ഒരു പ്ലസ് അവിടെ എത്തും. അതിലേക്കാണ് നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത, നേരത്തെ ഈ പാർക്കിനെ കണക്ട് ചെയ്ത് അതിൽ തന്നെ എടുത്തത്, അതിലേക്ക് തന്നെ പോസിറ്റീവ് കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട്, അതായത് നെഗറ്റീവ് നമ്മൾ ഏതെങ്കിലും ബോഡിയും കൂടി വാഹനങ്ങളിലൊക്കെ ബോഡി നമ്മുടെ നെഗറ്റീവ് തന്നെ ആയിരിക്കും.
അപ്പോൾ ഏതൊരു സപ്ലൈ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് നമുക്ക് വയറിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ബോഡീൻ്റെ മുകളിൽ നിന്ന് തന്നെ നല്ലൊരു സപ്ലൈ നെഗറ്റീവ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇവിടെയുള്ള ഏതെങ്കിലും സ്ക്രൂവിൻ്റെ മുകളിൽ കൊടുത്താലും ഇത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒരു എർത്ത് നമ്മൾ നേരത്തെ ഒരു ഇതിൻ്റെ പാർക്കിലേക്ക് എടുത്തത് കൊണ്ട് ആ ഒരു ഗ്രീനിൽ തന്നെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇൻസുലേഷൻ ടാപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലേഷൻ ടാപ്പ് മറ്റേത് ഹോട്ട് ഹീറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ കടയിലേക്ക് കിട്ടും ഇതുപോലത്തെ വലുപ്പം കൂടിയും കുറഞ്ഞോ കിട്ടും, അത് യൂസ് ചെയ്താണ് നല്ലത്. അപ്പോൾ ഒന്ന് ഹീറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ഹീറ്റ് എന്ത് വന്നാലും അത് അവിടെ നിന്ന് അഴിഞ്ഞു പോകില്ല, ഷോർട്ട് ആവില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ഹോട്ട് ഹീറ്റ് ട്യൂബ് തന്നെ യൂസ് ചെയ്യുക. നമുക്ക് ഇവിടെ കാണാം നമ്മുടെ LED ഇപ്പോൾ വർക്കിംഗ് ആണ്. നമ്മുടെ ചാവി സെറ്റ് ഓൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഓൺ ആയത്. നമ്മൾ ഓഫാക്കുന്ന സമയത്ത് ഇതേപോലെ ഓഫാകും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വെച്ച് ഗ്ലാസ് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയൊക്കെ നല്ല വെളിച്ചം ഉണ്ടാവും. അതേപോലെ പകലാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇൻഡിക്കേഷൻ ഓൺ ആയെന്ന് അറിയുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ LEDക്കും അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് മീറ്ററിൻ്റെ താഴെ ഭാഗത്ത് കൂടെ വയർ വരാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ റബ്ബറിൻ്റെ ബുഷ് എന്തെങ്കിലും വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ റബ്ബറിൻ്റെ ബുഷ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇത് വാട്ടർ പ്രൂഫായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എല്ലാം ഓക്കെയാണ്. നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് ഈ ലോക്കിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ 4 ഭാഗത്തുള്ള ലോക്കിലേക്ക് ഓട്ടോമാറ്റിക് തന്നെ ലോക്കായി ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മൾ ഇത് നേരത്തെ ഊരിയപ്പോൾ തന്നെ 3 സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യാൻ പോകണം. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്റർ അവിടെ സെറ്റാണ്. അപ്പോൾ നമ്മളെ ചാവി ഓണായത് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാം. ഓൺ ഓഫ് ഒക്കെ കറക്റ്റ് അറിയാം നമുക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ബൾബ് ഒഴിവാക്കിയിട്ട് LED ബൾബാണ് ഹെഡ്ലൈറ്റിന് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനുള്ളൊരു പാർക്കും പാട് ഉണ്ടാക്കിയിട്ട് പാർക്ക് നമ്മൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ഹോളുണ്ട്, ആ മുന്നിൽ നിന്ന് കാണാം ചെറിയൊരു കട്ടിങ്. ആ കട്ടിങ്ങിലേക്ക് നമ്മളെ ജിപ്സം വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നതിൽ പ്രൊഫൈലായിട്ട് വെക്കുന്നതിൻ്റെ നമ്മുടെ LED സ്ട്രിപ്പിൻ്റെ നമുക്ക് 3 LED വെച്ചിട്ട് 12 വോൾട്ട് അങ്ങനെ ഓരോ കട്ടിങ് ആണ്. അപ്പോൾ 3 LED നമ്മൾ എടുത്തിട്ട് നേരിട്ട് 12 വോൾട്ട് കൊടുത്താണ്. അപ്പോൾ 2 LED അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണില്ല. അതിൽ വാട്സിൽ ഒരു LED നമ്മൾ കാണുന്ന വിധത്തിലാണ്, ബാക്കി 2 LED കാണാത്ത വിധത്തിലാണ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റെസിസ്റ്റൻസ് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു LED മാത്രം 3 LED എടുത്തിട്ട് അതിൽ 2 പുറത്തേക്കും അതേപോലെ തന്നെ 1 നമുക്ക് കാണുന്ന വിധത്തിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ആ ഒരു പാർക്ക് ആക്കിയത്. അപ്പോൾ ചാവി ഓണാക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ പാർക്കും അതേപോലെ തന്നെ ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ഇതും കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓണും ഫ്രണ്ടിൽ നിന്ന് ഒരു പാർക്കായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ വിധത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെഡ്ലൈറ്റിൽ 2 കോവ് LED ആണ് വരുന്നത്. ഒന്ന് ഡിമ്മിനും ഒന്ന് ബ്രൈറ്റിനുമാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിലൊരു ഹീറ്റ് സിങ്ക് പാടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് സിങ്കിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് തന്നെ ഈ ചൂടാകുന്നതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഫാൻ പാടെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ മറ്റൊരു ബൾബിനെ അപേക്ഷിച്ച് നല്ലോണം വാട്ട്സ് കുറവാണ്. അപ്പോൾ നമ്മളെ ബാറ്ററി ലൈഫൊക്കെ കൂടും. അതേപോലെ തന്നെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വർക്കൊക്കെ നമ്മൾ ആദ്യം ചെയ്തതായിരുന്നു. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെയും അതേപോലെ തന്നെ ഇതിൻ്റെ പാർക്കും. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ എക്സ്ട്രാ ഇപ്പോൾ ചെയ്തത് നമ്മളെ ഈ ഒരു മീറ്റർ ബോർഡിൽ വരുന്ന ഈ LED ആണ്. അപ്പോൾ ചാവി ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ചാവി സെറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ചാവി സെറ്റ് കംപ്ലൈൻ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഓൺ ആണോ അല്ലേ അറിയാൻ വേണ്ടി നമുക്ക് ഇൻഡിക്കേറ്ററെങ്കിലും ഇട്ട് നോക്കേണ്ടി ഇനി. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ ടെക്നിക്കലായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോണിക്സും അതേപോലെ തന്നെ വാഹനങ്ങളിലെ ഇലക്ട്രോണിക്സ് പരമായ വീഡിയോസ് നമ്മൾ ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ കാണാം. ഓക്കെ, ബൈ, സീ യു.